നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. ആ മത്സരത്തിന് മുമ്പ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഇന്നലെ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ ഇന്ത്യയുടെ ടീം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ടീമിൻ്റെ ഒരു പോളിസി എന്താണ്, ഇതൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സെമി ഫൈനലാണ് അത് വീണ്ടും വീണ്ടും പറഞ്ഞ് സമ്മർദ്ദമുണ്ടോ അങ്ങനെ ചോദിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം സെമി ഫൈനലാണെന്ന്. അതുകൊണ്ട് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് രോഹിത് തൻ്റെ ശൈലിയിൽ പറയുന്നത്. അത് കൂടാതെ അദ്ദേഹം വേറെ കുറേ കാര്യങ്ങൾ പറയുന്നു. ടീമിൽ ഓരോരുത്തരുടെയും റോൾ എന്താണ് എന്നുള്ളത് ഓരോരുത്തർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. നിരവധി തവണ താരങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഓരോരുത്തർക്കും അവരുടെ റോൾ അറിയാം. അവരുടേതായിട്ടുള്ള ഫേസുകളിൽ അവരുടെ കളി കളിക്കും. അത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ രത്ന ചുരുക്കം. എന്തായാലും ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഗയാനയിലെ ഈ മത്സരത്തെക്കുറിച്ച് പറയുകയാണ്. സോ ഞങ്ങൾക്ക് ഈ മത്സരത്തെ ഈ ടൂർണമെൻറ്റിലെ ജസ്റ്റ് അനദർ മാച്ച്, അനദർ ഗെയിം എന്ന രൂപത്തിൽ കാണേണ്ടതുണ്ട്. ഇപ്പം എന്താണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാമല്ലോ ഇത് സെമി ഫൈനലാണെന്ന് എല്ലാവരുടെ മനസ്സിലുമുണ്ട്. ബട്ട് അതിനെക്കുറിച്ച് തന്നെ വീണ്ടും എഗെയിൻ ആൻഡ് എഗെയിൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. സോ എന്താണ് ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്, എന്താണ് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചത്, അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല. ഈ കളിയെ മറ്റൊരു ഗെയിമായിട്ട് എടുക്കുക, നമ്മൾ അത് കളിക്കാൻ വേണ്ടി ഇറങ്ങുക, അങ്ങനെയാണ് കാണുന്നത്. ഇപ്പം നോക്കുക, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗ്രൂപ്പ് ഒരു ഗുഡ് ഫ്രെയിം ഓഫ് മൈൻഡിലാണുള്ളത്. എല്ലാവരും ഒരു ടീം എന്ന നിലയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം കമ്പനി ഇഷ്ടപ്പെടുന്നുമുണ്ട്. എല്ലാവരും പരസ്പരം അവരവരുടെ സക്സസ്സുകളിലും തൊട്ടടുത്തയാളുടെ സക്സസ്സുകളിലും ഒക്കെ മികച്ച രൂപത്തിൽ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശരിയാണ്, ചില ഘട്ടങ്ങളിൽ ചില മത്സരങ്ങളിൽ ഞങ്ങൾ പ്രഷറിൽ വീണിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെ വളരെ മികച്ച രൂപത്തിൽ ടീം റെസ്പോണ്ട് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരുപാടങ്ങ് മുന്നോട്ട് കാട് കയറി ചിന്തിക്കേണ്ടതില്ല. കളിയിൽ അപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാണ് പോവേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ നമുക്ക് കളിക്കാൻ പറ്റും, എങ്ങനെ ഒരു ടീം എന്ന നിലയിൽ നമ്മുടെ റിസൾട്ട് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും, അതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. നമ്മൾ ഒരുപാട് ചിന്തിക്കുകയാണെങ്കിൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ട വിധത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു ക്ലിയർ മൈൻഡോടുകൂടി നിൽക്കുക, എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയുണ്ടാവുക. താരങ്ങളുമായിട്ട് ഈ വിഷയത്തിൽ ഒരുപാട് കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്. സോ അവർക്കെല്ലാവർക്കും അറിയാം എന്താണ് അവരിൽ നിന്നിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന്. സോ ഇനി ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഇൻസ്റ്റിങ്ക്റ്റിനെ നമ്മൾ റിലേ ചെയ്യേണ്ട ഒരു സമയമാണ്. കളിക്കളത്തിലിറങ്ങി അവരുടേതായിട്ടുള്ള രീതിയിൽ കളിക്കട്ടെ. എനിക്കറിയാം ഇപ്പം കണ്ടീഷനെ കുറിച്ച് വലിയ ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത്ര സുഖകരമായിരിക്കില്ല. എന്തായാലും കണ്ടീഷൻസ് വ്യത്യസ്തമാണ്. ഇപ്പം ന്യൂയോർക്കിലെ കണ്ടീഷൻ, അവിടുത്തെ വിന്നിംഗ് സ്കോർ എന്തായിരുന്നു, അതുപോലെയല്ല. സോ നമ്മളൊരു സ്മാർട്ട് ക്രിക്കറ്റ് ടീമാണ് ആവേണ്ടത്. ഒരു ലാംഗ്വേജിൽ മാത്രം സംസാരിക്കുന്ന ടീം ആവരുത്. ഇറങ്ങുക, ബാറ്റ് വീശുക, അതാവരുത്. കണ്ടീഷൻ അനുസരിച്ച് കളിക്കുകയാണ് വേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് കണ്ടീഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ നമ്മൾ ടീമിലെ എക്സ്പീരിയൻസും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. താരങ്ങളുമായിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുമുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ ഓരോ പ്ലെയർ എടുക്കുന്ന തീരുമാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോൾ ഒരു റിവേഴ്സ് സ്വീപ്പ് കളിക്കണം, എപ്പോൾ യോർക്കർ ബൗൾ ചെയ്യണം, എപ്പോൾ ബൗൺസർ എറിയണം, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ അവിടെ ഇൻഡിവിജ്വൽസാണ് തീരുമാനം എടുക്കേണ്ടത്. അതുപോലെ തന്നെ മത്സരങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇതുവരെ കളിച്ചതിൽ ഏറ്റവും പെർഫെക്റ്റ് ഗെയിം എന്ന് പറയുന്നത് അത് ബംഗ്ലാദേശിനെതിരെ നടന്നിട്ടുള്ള ആ ഒരു മത്സരമാണ്. കാരണം ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, അതിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു പ്രകടനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ 50 ഒഴികെ മറ്റു വലിയ സ്കോറുകളൊന്നും ആരും നേടിയിട്ടില്ല. സോ അത് നമ്മൾ ഭയമില്ലാതെ കളിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓഫ് കോഴ്സ് അത്തരത്തിലുള്ളൊരു എൻവയോൺമെൻറ്റ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ടീമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫോർമാറ്റ് അങ്ങനെയാണ്, ഭയമില്ലാതെ കളിക്കണം. ഇൻഡിവിജ്വൽ സ്കോർസിന്, ഇൻഡിവിജ്വൽ ബ്രില്യൻസിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതില്ല ഇവിടെ. ഇപ്പോൾ ഒരാൾ നന്നായിട്ട് കളിച്ചാൽ അത് നല്ലതാണ്. പക്ഷേ ഞാൻ 70 റൺസ് അടിക്കണം, ഞാൻ 90 റൺസ് അടിക്കണം, ഞാൻ 100 റൺസ് അടിക്കണം, അങ്ങനെ ഫോക്കസ് ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല.
ഞാൻ വിചാരിക്കുന്നത് ബംഗ്ലാദേശിനെതിരെ കളിച്ച ആ ഒരു ഗെയിം വളരെ പെർഫെക്റ്റ് ഗെയിമായിരുന്നു. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ അവിടെ 50 റൺസിൻ്റെ ഒരു സ്കോർ അടിച്ചത് ഒരാൾ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ 20-30 ആ ഒരു രൂപത്തിലാണ് പോയത്. എന്നിട്ടും ഞങ്ങൾ 196 റൺസിലേക്ക് എത്തിയിരുന്നു. അതൊരു ഗുഡ് സ്കോറാണ് എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ താരങ്ങൾക്കും അവരുടേതായിട്ടുള്ള റോള് വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. അതനുസരിച്ച് ഓരോ ഘട്ടങ്ങളിലും നമ്മുടെ താരങ്ങൾ വന്ന് അതത് ഫേസുകളിൽ അവരുടേതായിട്ടുള്ള റോള് ഭംഗിയായി നിർവഹിച്ചു പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അന്ന് ആ ഒരു സ്കോറിലേക്ക് എത്തിയതും. അതാണ് ഒരു ടീം എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടതും. ഇപ്പോൾ 8 ബാറ്റ്സ്മാൻമാരെ നമ്മൾ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ റോൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം. അതുപോലെ തന്നെയാണ് ബൗളിങ്ങിൻ്റെ കാര്യത്തിലും. സോ ഒരാളെ മാത്രമായിട്ടല്ല നമ്മൾ ആശ്രയിച്ച് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ 4 ഓവർ എറിയാനുള്ള അവസരം ഉണ്ടാവും, ചിലപ്പോൾ 2 ഓവർ മാത്രമേ എറിയാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ അതിൽ പ്ലേയേഴ്സിനോട് സംസാരിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് 2 ഓവറുകളാണ് ബൗൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതെങ്കിൽ ആ 2 ഓവറുകൾ ടൈറ്റ് ഓവേഴ്സ് ആയിരിക്കണം. സോ നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു, മറുഭാഗത്ത് ബൗളർമാർക്ക് വിക്കറ്റ് എടുത്ത് പോവാൻ അത് സഹായിക്കുകയും ചെയ്യും. സോ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ നമ്മൾ മനസ്സ് വെക്കണം. അത് നല്ല രൂപത്തിൽ ചെയ്യുമ്പോഴാണ് ടീം മുന്നോട്ട് പോകുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഈ മെസ്സേജ് ടീമിൽ എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാമെന്നാണ്. ഓഫ് കോഴ്സ് ഇൻഡിവിജ്വൽ സ്കോറിനല്ല, മറിച്ച് ടീമിനാണ് പ്രധാനം. ടീമിൽ അവരുടെ റോൾ എന്താണോ ആ റോളിനാണ് പ്രാധാന്യം എന്നുകൂടി ഇപ്പോൾ രോഹിത് ശർമ്മ പറയുന്നു. ഒരു അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.